പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന GLP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ കാഴ്ചകളാണ്. ഇന്നേ ദിവസം ഇതുപോലെയുള്ള കാഴ്ചകൾ ധാരാളമായി കണ്ടവരാണ് പ്രേക്ഷകർ. പക്ഷേ ഈ വിദ്യാലയത്തിനെ കുറിച്ച് ചിലത് നമുക്ക് അറിയാനുണ്ട്. മുന്നോട്ടുള്ള കാഴ്ചകളിലൂടെ നമുക്കത് പങ്കുവെക്കാം. അത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കൽപ്പകഞ്ചേരിയിൽ ധാരാളം LP സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, അതിൽ ഈ വിദ്യാലയത്തിൻ്റെ കാഴ്ചകൾ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. മാത്രമല്ല, ഇതൊരു LP സ്കൂളാണെന്ന് പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിനുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപക്ഷേ ഇതൊരു UP സ്കൂളാണോ ഒരു ഹൈസ്കൂളാണോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അത്രമാത്രം സൗകര്യങ്ങളാണ് ഈ വിദ്യാലയത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാഭ്യസിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലും ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു LP സ്കൂളാണ് കടുങ്ങാത്തുകുണ്ട് GLP സ്കൂൾ. ഇവിടെ നമ്മൾ കാണുന്നത് വർണ്ണക്കൂടാരമാണ്. അതുപോലെ തന്നെ ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ടാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, പ്രൈവറ്റ് സ്കൂളുകളെ വെല്ലുന്ന സൗകര്യങ്ങളാണ് ഈ പൊതുവിദ്യാലയത്തിൽ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ വിദ്യാലയത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ കാണുന്ന കെട്ടിടം നിങ്ങൾ ശ്രദ്ധിക്കൂ, ET മുഹമ്മദ് ബഷീർ MP ആണ് ആ കെട്ടിടത്തിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലേക്ക് വേണ്ടിയുള്ള ഫണ്ട് MLA, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, ഇവരെല്ലാം ഈ വിദ്യാലയത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഫണ്ട് അനുവദിച്ച് കൊണ്ടുവരുന്നതിൽ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നിർണായകമായ പങ്കുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം വിഷയങ്ങൾ കൊണ്ട് എത്തിക്കാനും ഈ സ്കൂളിൻ്റെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമായ രീതിയിൽ അവസരോചിതമായ ഇടപെടൽ അവർ നടത്തി എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ഇതിലെ ഒരുക്കിയിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതോടൊപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം കൂടി കൊണ്ടുവരികയാണ്. കടുങ്ങാത്തുകുണ്ട് ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. കാര്യം 2 ഹൈസ്കൂൾ ഇതിന് തൊട്ടടുത്തായിട്ട് പ്രവർത്തിച്ചു പോരുന്നു. ഇതിൻ്റെ ഒരു ബൗണ്ടറി തന്നെയാണ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് ബാഫക്കി എത്തിങ്കാനയുടെ കീഴിൽ ഒരു ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നു. ഒരൽപ്പം മാറി കല്ലിങ്ങൽ പറമ്പ ഹൈസ്കൂളും പ്രവർത്തിക്കുന്നു. കൂടാതെ 2 ITC പ്രവർത്തിക്കുന്നു. ഒന്ന് ബാഫക്കിയുടെ കീഴിലായിട്ട്, മറ്റൊന്ന് ആമിന ITI. അതുപോലെ തന്നെ ധാരാളം പാരൽ കോളേജുകൾ, അതുപോലെ വുമൻസ് കോളേജുകൾ, ഇങ്ങനെ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സെൻറ്റർ തന്നെയാണ് കടുങ്ങാത്തുകുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടുങ്ങാത്തുകുണ്ടിനെ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സിറ്റികൾ അപൂർവമായിരിക്കും. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഒരൽപ്പം ലൈവ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ധാരാളം കുസൃതികൾ ഒത്തിരി സന്തോഷവാന്മാരായിട്ട് ഇവിടെ വരിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ രക്ഷിതാക്കളെ വിട്ട് കലാലയമുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ അപൂർവം ചില കുട്ടികൾ സങ്കടപ്പെടുന്നതും വാവിട്ട് കരയുന്നതിനും സാക്ഷിയാകുന്നതാണ്. പ്രവേശനോത്സവത്തിൽ അത്തരം കാഴ്ചകളില്ല എങ്കിൽ പ്രവേശനോത്സവം ഒരിക്കലും ഒരു ഉത്സവമായി മാറൂല എന്നുള്ളതാണല്ലോ. എന്തായാലും അത്തരം ഒരൽപ്പം കാഴ്ചകളൊക്കെ സ്ക്രീനിലൂടെ മിന്നിമറിയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാകും. തങ്ങളുടെ വിദ്യാലയത്തിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് മുതിർന്ന കുട്ടികളെല്ലാം, അതായത് മുകളിലുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെല്ലാം. കൂടാതെ അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും PTA ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു വലിയ ടീം തന്നെ തയ്യാറായിട്ടുണ്ട്. ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അവരെ സ്വാഗതം ചെയ്യാണ്. അറിവിൻ്റെ അനന്ത സാധ്യതകൾ തേടി വിദ്യാലയമുറ്റത്തേക്ക് കടന്നു വരുന്ന പൊന്നോമന മക്കൾക്ക് വേണ്ടി അവസരമൊരുക്കുകയാണ്. അവരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇവിടെ ഉള്ള കുട്ടികളെല്ലാം. അത്തരം കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾക്ക് അനുയോജ്യമായ 2026 പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രവേശനോത്സവ ഗാനമുണ്ടല്ലോ, ഔപചാരിക ഗാനം. ആ ഗാനം കേട്ട് കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും കണ്ടുകൊണ്ട് നമുക്കൊരൽപ്പം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് ഇത്രമാത്രം പൊന്നോമന മക്കൾ കടന്നു വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ചിലത് നമുക്ക് അറിയാനുണ്ട്. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തിരി ശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിലോടിവാ, പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങളായി. കേറിവാ കേറിവാ മഹ
ശിരസിൻ ധീരത കുനിയാതെ ഇനി കേരളക്കര ലോകമിതെങ്ങും കേളി കേട്ടിടണം. അക്ഷരങ്ങളായി കേറിവാ മരണമിരുളുകൾ നേരവാ പോയിടാം നേടിടാം വേററി ഗുണരുമി പൂക്കളാകുവാൻ കേറിവാ പാടിവാ സ്നേഹാരാമം തീർക്കുവാൻ പാരിവാ വാതായനമിതിലേ കേറിവാ പറയാനുള്ളൊരു കാതുമായി പാരിവാ വിദ്യാലോകം നേടിടാ. പ്രിയമുള്ളവരെ, പാട്ടും ആസ്വദിച്ചുകൊണ്ട് ധാരാളം കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാസ് സാഹിബ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സാബിറ ഇടത്തടത്തിൽ. അതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. അവിടുത്തെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് പുളിശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെഹർബാനോ ഇസ്മായിൽ, കൂടാതെ അധ്യാപകരും PTA ഭാരവാഹികളും ആരോഗ്യ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെ പ്രേക്ഷകർ തൊട്ടുമുമ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ ആദ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷം ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ തോമസ് മാഷ് സംസാരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രഭാഷണങ്ങളൊന്നും തന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് പരിചയപ്പെടുത്തൽ മാത്രം. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നത് സാബിറ ഇടത്തടത്തിൽ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള പ്രതിജ്ഞയാണ്. അത് ഏറ്റുചൊല്ലിക്കൊണ്ട് ജനപ്രതിനിധികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൈ ഉയർത്തി പ്രതിജ്ഞ ചൊല്ലുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉദ്ഘാടന പ്രഭാഷണവുമായി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് AP സബാസ് സാഹിബ്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു പുതിയ തലമുറയെ കൈപ്പിടിച്ചുയർത്താനുള്ള സംരംഭമാണ് നമ്മളെല്ലാവരും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഒരിക്കൽ കൂടി നമ്മുടെ തോമസ് മാഷുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരെയും നജാസിയുടെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റിയെയും മുക്തകണ്ഠം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിന്റെ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം ദൈവത്തിന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ് പുളിശ്ശേരി, അതിനുശേഷം ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെഹർബാനോ ഇസ്മായിൽ. പിന്നീട് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഈ വിദ്യാലയത്തിന്റെ കരുത്തനായ PTA പ്രസിഡന്റ് ജാസി. അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് പ്രഭാഷണത്തിന് ശേഷം പിന്നീട് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വന്നത് SMC ചെയർമാൻ മുത്തുക്കോയ തങ്ങളായിരുന്നു. അതിനുശേഷം ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നത് ഈ വിദ്യാലയത്തിലെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി അനിത PP. അവസാനമായി ഉദ്ഘാടന ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇതേ വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീമതി രമ P, SRG കൺവീനർ. പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. പ്രസംഗങ്ങളൊന്നും ഉൾപ്പെടുത്താത്തത് വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കുമെന്ന അടിസ്ഥാനത്തിൽ വീഡിയോ ഇഷ്ടമായവർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത്. ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ AP സബാസ് സാഹിബ് സൂചിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. 20 വിദ്യാർത്ഥികളാണ് ഈ കഴിഞ്ഞ LSS സെലക്ഷൻ നേടിയത് ഈ വിദ്യാലയത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്കൂളിന്റെ പുരോഗമനം എന്തുമാത്രമുണ്ട് എന്നും കൂടി നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.